Good afternoon. Good afternoon, ma'am. Good afternoon. Last class നമ്മൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തു. ബട്ട് അത് തുടങ്ങുന്നതിനേക്കാളും മുമ്പ് തന്നെ ടെക്നിക്കൽ ഇഷ്യൂ കാരണം നമുക്കത് കണ്ടിന്യൂ ചെയ്യാനായിട്ട് പറ്റില്ല അല്ലേ? അത് നിങ്ങളോട് പറയാനും പറ്റില്ല. ക്ലാസ് പെട്ടെന്ന് വൈൻഡപ്പ് ചെയ്യുന്നത്. നമുക്കൊന്ന് നോക്കാം അഡ്മിനിസ്ട്രേഷൻ എന്താന്നുള്ളത്. നോക്കാം. ചാപ്റ്റർ 13 ആണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. Administrator originated from the Latin word ad plus ministers, to care for or to look after the people, to manage the affairs. ആളുകളെ പരിചരിക്കുക, to care for and look after the people എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആളുകളെ ശ്രദ്ധിക്കുക, അതേപോലെ അവരുടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക. ഇതാണ് അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്ന വേർഡിന്റെ മീനിങ്. അഡ്മിനിസ്ട്രേഷൻ എന്ന് വെച്ചാൽ is the group administration is the activities of the groups cooperating to fulfill common goal. The organization നമ്മൾ ഏതുമാവട്ടെ, ഹോസ്പിറ്റൽ ആവണമെന്നില്ല, ഏത് ബിസിനസ് ആവട്ടെ, എന്താവട്ടെ, അവിടെ നമ്മൾ ആ ഓർഗനൈസേഷന് വേണ്ടി വർക്ക് ചെയ്യുമ്പോൾ അവരുടെ കോമൺ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ആക്ടിവിറ്റീസിൽ ഒരു ഗ്രൂപ്പായിട്ട് ഒറ്റയ്ക്ക് നിന്ന് ഒരാള് കാര്യങ്ങൾ അഡ്മിനിസ്ട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. എല്ലാവരെയും ഒരുമിച്ച് പങ്കാളിത്തത്തോടു കൂടി എല്ലാവരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അഡ്മിനിസ്ട്രേഷൻ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതൊരു ഗ്രൂപ്പ് ആക്ടിവിറ്റി ആണ്. കോപ്പറേറ്റിംഗ് ടു ഫുൾഫിൽ കോമൺ ഗോൾ. എന്ത് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട്? നമ്മുടെ ഓർഗനൈസേഷന്റെ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ആക്ടിവിറ്റി ആണ് എന്ത് പറയണത്, അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയണത്. അഡ്മിനിസ്ട്രേഷൻ ഹാസ് ടു do getting things done with the fulfillment of the object already defined. നമ്മുടെ ഓർഗനൈസേഷന്റെ ഒബ്ജക്റ്റീവ്സ് നേരത്തെ മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ടാവും. ഇന്നതൊക്കെയാണ് നമ്മുടെ ഓർഗനൈസേഷന്റെ ഒബ്ജക്റ്റീവ്സ്. ആ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ഓർഗനൈസേഷന്റെ മുൻപേ നിർവഹിച്ചിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രയത്നിക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. Hospital administration is hospital administration is the governance of the hospital as a business. നമ്മളുടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്നത് ഒരു ബിസിനസ് എന്ന നിലയിൽ ആശുപത്രിയുടെ മൊത്തത്തിലുള്ള മാനേജ്മെന്റിനെയാണ് പറയുന്നത്. എന്താണ്? ബിസിനസ് എന്ന നിലയിൽ ആശുപത്രിയുടെ മൊത്തത്തിലുള്ള മാനേജ്മെന്റ് ആണ് എന്ത്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. അഡ്മിനിസ്ട്രേഷൻ മെയ്ഡ് അപ്പ് ഓഫ് മെനി ഹെൽത്ത് കെയർ മാനേജേഴ്സ് എക്സിക്യൂട്ടീവ് who handle individual departments. നമ്മൾ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയുടെ മാത്രമല്ല, ഒരു പ്രോസസ് അല്ല. അവിടെ വർക്ക് ചെയ്യുന്ന ഹെൽത്ത് കെയർ മാനേജേഴ്സ് ആവട്ടെ, എക്സിക്യൂട്ടീവ്സ് ആവട്ടെ, അതേപോലെ തന്നെ ഓരോ ഡിപ്പാർട്ട്മെന്റ് ഹാൻഡിൽ ചെയ്യുന്ന ഇൻഡിവിജ്വൽസ് ആവട്ടെ, ഇവരെല്ലാവരുടെയും വർക്ക് ഒരുമിച്ച് കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് പോയാൽ മാത്രമേ അവിടെ അഡ്മിനിസ്ട്രേഷൻ പോസിബിൾ ആണെന്ന് പറയാൻ പറ്റുള്ളൂ. They are in charge of all administrative and management function them respective department. ആ റെസ്പെക്റ്റീവ് ഡിപ്പാർട്ട്മെന്റിന്റെ ഇൻചാർജുകൾ, ഇപ്പോ ഡയറ്ററിയുടെ ആണെങ്കിൽ ചീഫ് ഡയറ്റീഷ്യൻ ആയിരിക്കും. അങ്ങനെ ഓരോ ഡിപ്പാർട്ട്മെന്റ്സിന്റെയും ഇൻചാർജുകൾ അവരുടെ ഫംഗ്ഷൻ, അവരുടെ ഡിപ്പാർട്ട്മെന്റിന്റെ ഫംഗ്ഷൻ കറക്റ്റ് ആയിട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് പറയാൻ പറ്റുള്ളൂ, അഡ്മിനിസ്ട്രേഷൻ പോസിബിൾ ആയി എന്ന് പറയാനായിട്ട് പറ്റുള്ളൂ. The duty of administrator differ with the size, complexity of the hospital. നമ്മുടെ ഹോസ്പിറ്റലിന്റെ സൈസും കോംപ്ലക്സിറ്റിയും അനുസരിച്ച് ഇവിടുത്തെ അഡ്മിനിസ്ട്രേറ്റേഴ്സിന്റെ ഡ്യൂട്ടിയിൽ വ്യത്യാസം വരുന്നുണ്ട്. അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആർ കോൺട്രാക്ട് ബിറ്റ്വീൻ ഹോസ്പിറ്റൽ ബോർഡ്, അതർ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആൻഡ് മെഡിക്കൽ സ്റ്റാഫ്സ്. അഡ്മിനിസ്ട്രേറ്റേഴ്സിന് നല്ലൊരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടുണ്ട്, ഒരു കോൺടാക്ട് നിലനിർത്തണം. ആരൊക്കെയായിട്ടാണ്? നമ്മുടെ ഹോസ്പിറ്റൽ ബോർഡ് എന്ന് പറയുന്നത് മാനേജിംഗ് ഡയറക്ടേഴ്സ് അല്ലെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആയിട്ട്. അതർ അഡ്മിനിസ്ട്രേറ്റേഴ്സ്, മറ്റുള്ള അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഉണ്ടാവും, ചിലപ്പോൾ അസിസ്റ്റന്റ് അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഒക്കെ ഉണ്ടാവും. ആൻഡ് മെഡിക്കൽ സ്റ്റാഫ്സ്, ഇവരെല്ലാവരുമായിട്ടൊരു നല്ല കോണ്ടാക്ട്, നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ആർക്ക് വേണം? അഡ്മിനിസ്ട്രേറ്റർക്ക് വേണം. They organize hospital activities and prepare its overall policies. ഇവരാണ് ഹോസ്പിറ്റൽ ഓവറോൾ ആക്ടിവിറ്റീസ് കറക്റ്റ് ആയിട്ട് പോകുന്നുണ്ടോ, അവർ പറഞ്ഞ് പ്രിപ്പയർ ചെയ്തിരിക്കുന്ന പോളിസീസ് അനുസരിച്ചാണ് പോണേന്ന് ഉറപ്പുവരുത്തുന്നത്.
Some administrators are in charge of hiring doctors and other staffs. ചില അഡ്മിനിസ്ട്രേറ്റേഴ്സ് എന്ന് പറയുന്നത് റിക്രൂട്ട്മെന്റ് സ്പെഷ്യലിസ്റ്റ് എന്നൊക്കെ പറയുന്ന അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആണ് ഹോസ്പിറ്റലിലേക്ക് ഏറ്റവും കോമ്പിറ്റന്റ് ആയിട്ടുള്ള ഡോക്ടേഴ്സിനെയും അതേപോലെ തന്നെ സ്റ്റാഫിനെയും ഹയർ ചെയ്യുന്നത്. Carry out employees evaluation and directing staff meetings. എംപ്ലോയീസിനെ ഇവാലുവേറ്റ് ചെയ്യുന്നു, അവരുടെ പെർഫോമൻസ് എങ്ങനെയാണ്, നല്ല രീതിയിൽ അവർ പെർഫോം ചെയ്യുന്നുണ്ടോ എന്നൊരു ഇവാലുവേഷൻ നടത്തുന്നതും ഡയറക്റ്റിംഗ് സ്റ്റാഫ് മീറ്റിംഗ്സ് കണ്ടക്ട് ചെയ്യുന്നതും മറ്റുള്ള അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആണ്. ഇതെല്ലാം അഡ്മിനിസ്ട്രേറ്ററിന്റെ ഫങ്ഷൻസ് ആണ്. They may also accountable for hospital public relationship and fundraising programs. പബ്ലിക് ആയിട്ടുള്ള ഹോസ്പിറ്റൽ റിലേഷൻഷിപ്പിന് മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്തം ആർക്കുണ്ട്? അഡ്മിനിസ്ട്രേറ്റർക്ക് ഉണ്ട്. പബ്ലിക് ആയിട്ട് നമ്മൾ എങ്ങനെയായിരിക്കണം? നല്ലൊരു ഫ്രണ്ട്ലി റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. അതേപോലെ തന്നെ ഫണ്ട് റൈസിങ് പ്രോഗ്രാംസ്, ഹോസ്പിറ്റലിലേക്ക് ആവശ്യമുള്ള ഫണ്ടുകൾ അതെങ്ങനെയൊക്കെ റൈസ് ചെയ്യാം, ഏതെല്ലാം രീതിയിൽ നമുക്ക് റൈസ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്നതും അഡ്മിനിസ്ട്രേറ്റർ ആണ്. Since administrator develop program for teaching and research hospital, they have to keep up with the latest advance in medicines. അപ്പൊ നമ്മുടെ ഹോസ്പിറ്റൽസിൽ നല്ല ടീച്ചിങ് കാര്യങ്ങൾ, റിസർച്ചുകൾ കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്യുമ്പോൾ അതിന് വേണ്ട പ്രോഗ്രാംസുകൾ ഡെവലപ്പ് ചെയ്യാം എന്നുള്ളത് ആരുടെ ഉത്തരവാദിത്തമാണ്? അഡ്മിനിസ്ട്രേറ്ററിന്റെ ഉത്തരവാദിത്തമാണ്. ലാർജ് ഹോസ്പിറ്റൽസിലാണെങ്കിൽ ഏകദേശം എല്ലാ ഫീൽഡിലും ആര് വർക്ക് ചെയ്യണം? അഡ്മിനിസ്ട്രേറ്റേഴ്സ് വർക്ക് ചെയ്യണം. ഒരുപാട് അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഉണ്ടാവും, ഒന്നിൽ കൂടുതൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഉണ്ടാവും. അതേപോലെ തന്നെ അസിസ്റ്റന്റ് അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഉണ്ടാവും, അഡ്മിനിസ്ട്രേറ്റേഴ്സിന്റെ കീഴിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. Large hospital maintains several administrators and assistant administrators managing different departments. When one administrator is in charge of all, പിന്നെ എല്ലാ അഡ്മിനിസ്ട്രേറ്റേഴ്സിനും ഇൻചാർജ് ആയിട്ട്, എല്ലാ ഡിപ്പാർട്ട്മെന്റിലും ഇൻചാർജ് ആയിട്ട് ഹെഡ്, മിക്കവാറും ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഉണ്ടാവും. ഇൻ സ്മോൾ ഹോസ്പിറ്റൽ one administrator may in charge of number of departments. ഒറ്റൊരു or even the entire hospital. നമ്മൾ ഒറ്റൊരു ചെറിയ ഹോസ്പിറ്റൽസിൽ, സ്മോൾ ഹോസ്പിറ്റൽസിൽ ഒരു അഡ്മിനിസ്ട്രേറ്റർ ഉണ്ടാവുള്ളൂ. അദ്ദേഹമായിരിക്കും ഈ നമ്പർ ഓഫ് ഡിപ്പാർട്ട്മെന്റ്സിന്റെ ഇൻചാർജ്. നമ്മുടെ എന്റയർ ഹോസ്പിറ്റൽസിന്റെ കാര്യങ്ങളെല്ലാം കൺട്രോൾ ചെയ്യുന്നതും ഈ ഒറ്റ അഡ്മിനിസ്ട്രേറ്റർ ആയിരിക്കും. In this case, for example, the administrator may assess budget for this department, give final approval to hiring recommendation. അതേപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റർ ആയിരിക്കും ഹോസ്പിറ്റൽസിന്റെ ഓരോ ഡിപ്പാർട്ട്മെന്റിന് വേണ്ട ബഡ്ജറ്റിനെ കുറിച്ച് തീരുമാനിക്കുന്നത്. ഫൈനൽ അപ്രൂവൽ, നമ്മുടെ ഹയറിംഗ് റെക്കമെൻഡേഷൻ ഉണ്ടല്ലോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ട് കോമ്പിറ്റന്റ് ആയിട്ടുള്ള സ്റ്റാഫ്സിനെ ഹയർ ചെയ്യണം എന്നുള്ള ഉത്തരവാദിത്വം ആർക്കാണ്? ഈ നമ്മുടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർക്കാണുള്ളത്. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന്റെ ഫങ്ഷൻസ് ആണ് നമ്മൾ പറഞ്ഞത്. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിനെ കുറിച്ചാണ് പറഞ്ഞത്. ഒന്ന് വായിച്ചു നോക്കി, എല്ലാവരും ഒന്ന് വായിച്ചു നോക്കിയേ. വായിച്ചു നോക്കിയോ? വായിച്ചു നോക്കിയോ?
ഓക്കെ, നെക്സ്റ്റ് എലമെന്റ്സ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ആണ് എടുക്കുന്നത്. ഇതില് ഈ ഒരു വേർഡ് പോസ്കോപ്പ് എന്ന് പറയുന്ന വേർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ P stands for planning, O stands for organizing, S stands for staffing, D stands for directing. CO എന്ന് പറയുന്നത് കോർഡിനേഷൻ എന്ന് പറയുന്ന ഒരു ആക്ടിവിറ്റി ആണ് സ്റ്റാൻഡ് ചെയ്യുന്നത്. മാനേജ്മെന്റിന്റെ ഒരു ആക്ടിവിറ്റി ആണ് കോർഡിനേഷൻ, ഒരു ഫംഗ്ഷൻ ആണ്. R stands for reporting and B stands for budgeting. അപ്പൊ ഇന്ന വേർഡ് കൊടുത്തിട്ട് ഇന്നതില് ഇത് എന്താണ് സ്റ്റാൻഡ് ചെയ്യുന്നത് എന്ന് ചോദിക്കുക ക്വസ്റ്റ്യൻ ഒക്കെ ആയിട്ട് നോക്കാം. ഫസ്റ്റത്തെ എലമെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്ലാനിങ് ആണ്. പ്ലാനിങ് എന്ന് പറയുന്നത് തിങ്കിങ് ബിഫോർ ഡൂയിങ് ആണ്. ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യും? പ്ലാൻ ചെയ്യും. നമ്മൾ സാധാരണ എല്ലായിടത്തും അങ്ങനെയൊക്കെ തന്നെയാണ്. നമ്മളുടെ ഡെയിലി ലൈഫിലാവട്ടെ, നമ്മുടെ എന്ത് കാര്യത്തിലും, മാനേജ്മെന്റിന്റെ കാര്യത്തിലാവട്ടെ, ബിസിനസിന്റെ കാര്യത്തിലാവട്ടെ, തിങ്കിങ് ബിഫോർ ഡൂയിങ് ആണ് എന്ത്? പ്ലാനിങ്. ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യും? ചിന്തിക്കും, അല്ലെങ്കിൽ ആസൂത്രണം ചെയ്യും. പ്ലാനിങ് ഇസ് ദ പ്രോസസ് ഓഫ് തിങ്കിങ് അബൌട്ട് ദ ആക്ടിവിറ്റി നീഡഡ് ടു ഗെയിൻ ദിസ് ഓർ ഗോൾ. നമ്മൾ പറയണത് എന്ന് വെച്ചാല് പ്ലാനിങ് എന്നത് നമ്മളൊരു ആക്ടിവിറ്റി ആണ്, ഒരു എന്താ പറയാ, ഒരു ആക്ടിവിറ്റി ആണ്. നമ്മള് ഉദ്ദേശിക്കുന്ന ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു ആക്ടിവിറ്റി ആണ് എന്ത്? പ്ലാനിങ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ആക്ടിവിറ്റി ടു അറ്റൈൻ ഡിസേർവ്ഡ് റിസൾട്ട്. നമ്മൾ നേടിയെടുക്കാൻ വേണ്ടി ഉദ്ദേശിച്ചിരിക്കുന്ന ലക്ഷ്യങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഫസ്റ്റ് ഫോർമോസ്റ്റ് ഏറ്റവും ആദ്യത്തെ സ്റ്റെപ്സ് ആണ് എന്ത്? പ്ലാനിങ് എന്ന് പറയുന്നത്. രണ്ടാമതാണ് ഓർഗനൈസിങ്. ഓർഗനൈസിംഗിൽ വരുമ്പോൾ നമ്മുടെ ഓർഗനൈസേഷന്റെ റിസോഴ്സ് എന്തൊക്കെയാണ്, നമുക്ക് എന്തോരം പീപ്പിൾസിന് അതിന് വേണ്ടി ആവശ്യം വേണം. ഇപ്പൊ ഒരു പുതിയൊരു ബ്രാഞ്ച് അല്ലെങ്കിൽ ഒരു പുതിയൊരു ഡിപ്പാർട്ട്മെന്റ് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പൊ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആ ഡിപ്പാർട്ട്മെന്റ് ഹാൻഡിൽ ചെയ്യാനായിട്ട് എന്തോരം പീപ്പിൾസ് വേണം, എന്തെല്ലാം പൊസിഷൻസ് വേണം, ആ ഡിപ്പാർട്ട്മെന്റിൽ എന്തെല്ലാം ആക്ടിവിറ്റീസ് ഉണ്ടാവും, എന്തെല്ലാം എക്യുപ്മെന്റ്സ് വേണം. ഇതിനു വേണ്ടിയിട്ട് നമുക്ക് എന്തോരം റിസോഴ്സ് ആവശ്യമാണ്. റിസോഴ്സ് ഉദ്ദേശിക്കുന്ന ഫണ്ടാണ് കേട്ടോ. എന്തൊരു ഫണ്ട് ആവശ്യമാണ്. ഇതെല്ലാം കറക്റ്റ് ആയിട്ട് അലോക്കേറ്റ് ചെയ്യുന്ന, ഓർഗനൈസ് ചെയ്യുന്ന സ്റ്റേജ് ആണ് ഏത്? ഓർഗനൈസിംഗ് എന്ന് പറയുന്നത്. Organizing consists of coordinating all and allocating a firm's resources in order to execute plan. നമ്മുടെ പ്ലാൻ അനുസരിച്ച് നമുക്ക് ആ ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട്, എക്സിക്യൂട്ടീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളെയുമാണ് നമ്മൾ എന്ത് പറയുന്നത്? ഓർഗനൈസിംഗ് എന്ന് പറയുന്നത്. It consists of developing a structure for peoples. പീപ്പിൾസിന് വേണ്ടിയിട്ടുള്ള ഒരു സ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഇവിടെ എത്ര വേക്കൻസി വരും, പൊസിഷൻസ്, എന്തെല്ലാം ജോബ് പൊസിഷൻസ് ആണ് വരുന്നത്, എത്ര ഡിപ്പാർട്ട്മെന്റ്സ് വരും, എന്തെല്ലാം ആക്ടിവിറ്റീസ് ആയിരിക്കും ആ ഫേമിൽ പെർഫോം ചെയ്യുന്നതായിട്ട് വരുന്നത് എക്സ്ട്രാ. അതെല്ലാം ഈ ഓർഗനൈസിംഗ് എന്ന് പറയുന്ന സ്റ്റേജിൽ നമ്മൾ ഡിസൈഡ് ചെയ്യും. നെക്സ്റ്റ് ആണ് സ്റ്റാഫിംഗ്. നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് കറക്റ്റ് ആയിട്ടുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള സ്റ്റാഫുകൾ ആവശ്യമുണ്ട്. റിക്രൂട്ട് ചെയ്യും. റിക്രൂട്ട്മെന്റും സ്റ്റാഫിംഗും ഒരുമിച്ചാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റാഫിംഗ് ഇസ് ദ പ്രോസസ് ഓഫ് ഫൈൻഡിങ് ദ റൈറ്റ് വർക്കർ വിത്ത് ആപ്റ്റ് ക്വാളിഫിക്കേഷൻ ആൻഡ് എക്സ്പീരിയൻസ് ആൻഡ് റിക്രൂട്ട് ദം ടു fill a job position or role. നമ്മുടെ ഹോസ്പിറ്റലില് നമുക്കൊരു ജോബ് ഫില്ല് ചെയ്യണം, അല്ലെങ്കിൽ ജോബിലേക്ക് ഒരാൾ പോസ്റ്റ് ചെയ്യണം. അപ്പൊ നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന എങ്ങനെയായിരിക്കും? കറക്റ്റ് ആയിട്ട് റൈറ്റ് ക്വാളിഫിക്കേഷൻ ഉള്ള, എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരായിരിക്കും നമ്മൾ റിക്രൂട്ട് ചെയ്യുന്നത്. കറക്റ്റ് ആയിട്ടുള്ള പൊസിഷനിലേക്ക് നമ്മൾ ആ സ്റ്റാഫിനെ എന്ത് ചെയ്തു? പോസ്റ്റ് ചെയ്തു. ഇനി അവർക്ക് ആവശ്യമുള്ള ഡയറക്ഷൻ കൊടുക്കണം. എന്താണ് നിങ്ങൾ ഈ ഓർഗനൈസേഷനിൽ പെർഫോം ചെയ്യുന്ന ഫംഗ്ഷൻ എന്നുള്ളത് അവർക്കറിയില്ല. നമ്മൾ ആ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. Directing is the process in which the managers direct, guide, and oversee the performance of the workers to attain goals already determined. മുൻകൂട്ടി തീരുമാനിച്ചിട്ടുള്ള ഗോളുകൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള ഡയറക്ഷൻസ് പ്രൊവൈഡ് ചെയ്യുക. ആർക്ക്? നമ്മുടെ വർക്ക് ചെയ്യുന്ന എല്ലാ സ്റ്റാഫുകൾക്കും. Direct should be the heart of the management process. നമ്മൾ ഈ പറയുന്നത് എല്ലാ മാനേജ്മെന്റ് പ്രോസസ്സാണ്, അല്ലെങ്കിൽ മാനേജ്മെന്റിന്റെ ഫങ്ഷൻസ് ആണ്. നമ്മള് ഹാർട്ട് എന്ന് പറയുന്നത് എന്തിനെയാണ്? ഡയറക്റ്റിംഗിനെയാണ് മാനേജ്മെന്റ് ഫങ്ഷന്റെ ഹാർട്ട് എന്ന് പറയുന്നത്. ഇനി നമ്മുടെ കൂട്ടത്തിൽ ആരെങ്കിലും കൊമേഴ്സ് പഠിച്ച കുട്ടികളുണ്ടോ? കൊമേഴ്സ് എപ്പോഴെങ്കിലും പഠിച്ച കുട്ടികളുണ്ടോ? അല്ലെങ്കിൽ ബികോം സ്റ്റുഡൻസ് ഉണ്ടോ? എല്ലാവരും ഉറങ്ങിയാണോ? ബികോം പഠിച്ച കുട്ടികളുണ്ട്, അല്ലെങ്കിൽ കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന കുട്ടികളുണ്ട്. ഓക്കെ, നിങ്ങൾ മാനേജ്മെന്റ് +2 മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് ഒക്കെ പഠിച്ചത് ഓർമ്മയുണ്ടോ?
നേച്ചർ ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് മാനേജ്മെന്റ് ഒക്കെ പഠിച്ചിട്ടില്ലേ +2 അതേപോലെ നമുക്ക് ഡിഗ്രിക്ക് മാനേജ്മെന്റ് ഉണ്ട്, PGക്ക് ഉണ്ട് മാനേജ്മെന്റ്, മാർക്കറ്റിംഗ് മാനേജ്മെന്റ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഓക്കെ, കുഴപ്പമില്ല. അതില് നമ്മൾ പഠിക്കുമ്പോ പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡയറക്ടിങ്, അടുത്ത ഫംഗ്ഷൻ ഏതാണ്? പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡയറക്ടിങ്. നെക്സ്റ്റ് ഫംഗ്ഷൻ ഏതാണ്? കൺട്രോളിംഗ് ആണ് അല്ലെ? കൺട്രോളിംഗ് എന്നാണ് അടുത്ത ഫംഗ്ഷന്റെ പേര്. ഇവിടെ പറയുന്നില്ല, എന്നാലും നമുക്ക് കൺട്രോളിംഗ് എന്ന് പറയുന്നത് മാനേജ്മെന്റ് ഫംഗ്ഷൻ ആയതുകൊണ്ട് നമുക്ക് പറഞ്ഞു പോണം. കൺട്രോളിംഗ് പ്രോപ്പർ ആയിട്ട്, കൺട്രോളിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഡ്മിനിസ്ട്രേറ്ററിന്റെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ലക്ഷ്യമാണ് എന്ത്? കൺട്രോൾ ചെയ്യുക. ഇത്രയും സ്റ്റാഫുകൾ ഉണ്ട് ഹോസ്പിറ്റലില്, ഇത്രയും ഹ്യൂമൻ റിസോഴ്സ് ഉണ്ട്, ഇവരെല്ലാവരെയും കൺട്രോൾ ചെയ്യേണ്ട ഉത്തരവാദിത്തം ആർക്കാണുള്ളത്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർക്കാണ് ഉള്ളത്. നെക്സ്റ്റ് അടുത്ത എലമെന്റ് ആണ് നമ്മളെ ഹെൽപ്പിംഗ് ആയിട്ട് നമ്മൾ കൊമേഴ്സിൽ പറയുന്നത് എന്താണ്? ഒരു ഹെൽപ്പിംഗ് എലമെന്റ് ആണ് ഇത് കോർഡിനേഷൻ എന്ന് പറയുന്നത്. കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് ഒത്തൊരുമയോട് കൊണ്ടുപോകേണ്ടത് ആരാണ്? കോർഡിനേഷൻ വഴിയാണ്. കോർഡിനേഷൻ ഇസ് എ യൂണിഫിക്കേഷൻ, ഇന്റഗ്രേഷൻ, synchronization of the effort of group members so as to give unity of action in pursuit of common goal. നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള പൊതുവായ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ആക്ടിവിറ്റീസ് എല്ലാവരും, നമ്മുടെ എഫേർട്സ്, നമ്മുടെ ഗ്രൂപ്പിലുള്ള എല്ലാ മെമ്പേഴ്സും ഓർഗനൈസേഷനിലുള്ള എല്ലാ മെമ്പേഴ്സും അവരുടെ എഫേർട്സ് കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ ഏകോപിപ്പിച്ച് അതേപോലെ തന്നെ കറക്റ്റ് ആയിട്ടുള്ളത് ഇന്റഗ്രേറ്റ് ചെയ്ത് വേണം പ്രവർത്തിക്കാനായിട്ട്. അടുത്താണ് റിപ്പോർട്ട്സ്. റിപ്പോർട്ട്സ് മീൻസ് എ ഫോർമൽ സിസ്റ്റം വേർ by relevant needed information is furnished to management with the help of report continuously. നമ്മൾ മാനേജ്മെന്റിനോട് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് റിപ്പോർട്ട് മുഖേനയാണ്. ഓരോ കാര്യങ്ങളും നമ്മൾ മാനേജ്മെന്റിനോട് റിപ്പോർട്ട് നമ്മൾ സബ്മിറ്റ് ചെയ്യാണ് അവർക്ക്. Thus report is an essence of any management reporting system. അതുകൊണ്ടാണ് മാനേജ്മെന്റ് റിപ്പോർട്ടിംഗ് സിസ്റ്റത്തിന്റെ ഏറ്റവും എസൻസ് ആയിട്ട് നമ്മൾ എന്ത് കാണുന്നത്? റിപ്പോർട്ട് കാണുന്നത്. റിപ്പോർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പെർഫോമൻസ് ചെക്ക് ചെയ്യുന്നതിനുള്ള ഒരു ടൂൾ ആയിട്ടാണ് റിപ്പോർട്ടിംഗ് ഫംഗ്ഷൻ ചെയ്യുന്നത്. റിപ്പോർട്ട് പ്രൊവൈഡ് ദ മീൻസ് ഓഫ് ചെക്കിംഗ് ദ പെർഫോമൻസ്. നമ്മുടെ പെർഫോമൻസ് ചെക്ക് ചെയ്യേണ്ട ഒരു മീൻസ്, ഒരു മാർഗമാണ് എന്ത്? റിപ്പോർട്ട്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആണ് ബഡ്ജറ്റ്. ബഡ്ജറ്റ് ഇസ് ദ പ്രോസസ് ഓഫ് ഡിസൈനിങ് എ പ്ലാൻ ടു സ്പെൻഡ് മണി. നമ്മൾക്ക് നമ്മുടെ മണി സ്പെൻഡ് ചെയ്യുന്ന ആ ഒരു പ്ലാൻ, എങ്ങനെയാണ് നമ്മുടെ കയ്യിലുള്ള ഫണ്ട് യൂട്ടിലൈസ് ചെയ്യുന്നത്, അത് എങ്ങനെയാണ് സ്പെൻഡ് ചെയ്യേണ്ടതെന്നുള്ളതാണ് എവിടെ വരുന്നത്? ബഡ്ജറ്റിംഗിൽ വരുന്നത്. ദിസ് സ്പെൻഡിങ് പ്ലാൻ ഈസ് കോൾഡ് എ ബഡ്ജറ്റ്. ഇങ്ങനെ സ്പെൻഡ് ചെയ്യുന്ന പ്ലാനുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബഡ്ജറ്റ് എന്ന് പറയുന്നത്. Make these spending plans allow you to decide in advance whether you will have enough money to do the things you require to do or would like to do. അപ്പോ ഇവിടെ സ്പെൻഡിങ് പ്ലാൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബഡ്ജറ്റ് എന്ന് പറയുന്നത്. നമ്മുടെ കയ്യിലുള്ള ഫണ്ട് എങ്ങനെ നമ്മളത് സ്പെൻഡ് ചെയ്യണം, അതേപോലെ തന്നെ അത് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യണം എന്നൊക്കെ തീരുമാനിക്കുന്നത് എവിടെയാണ്? ബഡ്ജറ്റിംഗിലാണ്. ബഡ്ജറ്റിംഗ് ഇസ് മിയർലി ബാലൻസിങ് എക്സ്പെൻസ് വിത്ത് ഇൻകം. നമുക്ക് ഭാവിയിൽ വരാൻ പോകുന്ന എക്സ്പെൻസുകൾ എന്തെല്ലാമാണ്, ഇൻകങ്ങൾ എന്തെല്ലാമാണ്, വരുമാനം എന്തൊക്കെയായിരിക്കും എന്നുള്ള കാര്യങ്ങൾ മുൻകൂട്ടി തീരുമാനിക്കുന്ന ഒരു പ്രോസസ്സാണ് എന്ത്? ബഡ്ജറ്റ് എന്ന് പറയുന്നത്. എല്ലാവരും എലമെന്റ്സ് ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ.
ഓക്കെ, വായിച്ചെന്ന് വിചാരിക്കണം. ഇനി അഡ്മിനിസ്ട്രേറ്ററിന്റെ റോളാണ്, അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് റോൾസ് ആണ്. നമുക്ക് 3 അഡ്മിനിസ്ട്രേറ്റീവ് റോൾസ് ഉണ്ട്. ഇന്റർപേഴ്സണൽ റോൾസ്. ഇന്റർപേഴ്സണൽ റോൾസ് എന്ന് പറഞ്ഞാൽ വ്യക്തിപരമായിട്ടുള്ള റോളുകൾ. നമ്മുടെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ അവിടുത്തെ വ്യക്തികളായിട്ട് നമുക്ക് എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്, കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ അഡ്മിനിസ്ട്രേറ്റർക്ക് അവിടുത്തെ നേതാവ് അല്ലെങ്കിൽ അവിടുത്തെ ഹെഡായിട്ട്, കാര്യങ്ങൾ ലീഡറായിട്ട് നമ്മൾ പ്രവർത്തിക്കേണ്ടതായിട്ടൊക്കെ വരുന്നുണ്ട്. അപ്പോ ഒരു നമ്മുടെ ഓർഗനൈസേഷന്റെ ഒരു ഹെഡായിട്ടാണ് ആരിവിടെ പ്രവർത്തിക്കുന്നത്, അഡ്മിനിസ്ട്രേറ്റർ പ്രവർത്തിക്കുന്നത്. അതാണ് ഇന്റർപേഴ്സണൽ റോൾസ്. ഇത് ഫിഗർ ഹെഡ്, ലീഡർ, റൈസ് എന്നൊക്കെ ഉദ്ദേശിക്കുന്നത് തലവൻ, നേതാവ് എന്നുള്ള രീതിയിലാണ്. ഒരു ഹോസ്പിറ്റലിന്റെ ഒരു ഹെഡ് ആയിട്ട് പ്രവർത്തിക്കുന്നു എന്നുള്ള മീനിങ് ആണ് അവിടെ വരുന്നത്. ഇൻഫർമേഷണൽ റോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹോസ്പിറ്റലിലെ ഏതൊരു ഇൻഫർമേഷനെ കുറിച്ചിട്ടും ആർക്ക് അറിവുണ്ടാവണം, അഡ്മിനിസ്ട്രേറ്റർക്ക് നല്ല അറിവുണ്ടാവണം. മോണിറ്റർ, ഡിസെമിനേറ്റർ, സ്പോക്കൺ പേഴ്സൺ. നമ്മൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഫ്രണ്ടിൽ നിന്ന് ഫേസ് ചെയ്യേണ്ടത് ആരാണ്, ഈ പറഞ്ഞ അഡ്മിനിസ്ട്രേറ്റർ ആണ്. തീരുമാനമെടുക്കേണ്ട ഉത്തരവാദിത്വം ആർക്ക് തന്നെയാണ്, അഡ്മിനിസ്ട്രേറ്ററിനാണ്. ഡിസിഷണൽ റോൾസ്, എന്റർപ്രണർ, ഡിസ്റ്റർബൻസ് ഹാൻഡ്ലർ, റിസോഴ്സ് അലോക്കേറ്റർ, നാവിഗേറ്റർ, ഇതൊക്കെ ആരുടെ റോളുകളാണ്, അഡ്മിനിസ്ട്രേറ്ററിന്റെ. ഒരു എന്റർപ്രണറിനെ പോലെ ഡിസ്റ്റർബൻസ് ഹാൻഡ്ലർ, എന്തെങ്കിലും തടസ്സം വന്നിട്ടുണ്ടെങ്കിൽ ഹാൻഡിൽ ചെയ്യണം. നമ്മുടെ കയ്യിലുള്ള റിസോഴ്സ് പ്രോപ്പർ ആയിട്ട് അലോക്കേറ്റ് ചെയ്യുക. നമുക്ക് ആവശ്യമുള്ള, നമ്മുടെ സ്റ്റാഫുകൾക്ക് ആവശ്യമുള്ള മാർഗങ്ങൾ നിർദ്ദേശിക്കുക. ഇതെല്ലാം ആരുടെ റോളുകളാണ്, അഡ്മിനിസ്ട്രേറ്ററിന്റെ റോളാണ്. ഇനി സ്കിൽ നീഡർ ആണ് പറയുന്നത്. ടെക്നിക്കൽ സ്കില്ല് അദ്ദേഹത്തിന് വളരെ കൂടുതലായിട്ട് വേണം. ഒരു കാര്യം ചെയ്യാനായിട്ട് ബന്ധം, റിലേഷൻ എന്നാണ് ഉദ്ദേശിക്കുന്നത്. നല്ലൊരു ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളൊരു മീനിങ് ആണ് കേട്ടോ. ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് എന്നാണ് മീനിങ് പറയാട്ടോ. ഓക്കെ, അപ്പോ സ്കിൽസ് നീഡറിൽ പറയാണ് ടെക്നിക്കൽ സ്കില്ല് വേണം. അതിനെക്കുറിച്ച് നോളജും അതിനെക്കുറിച്ച് എക്സ്പീരിയൻസും വേണം. അദ്ദേഹത്തിന്റെ ഫീൽഡിൽ അത്യാവശ്യം നല്ല ടെക്നിക്കലി സ്കിൽഡ് ആയിട്ടുള്ള പേഴ്സൺസിനെയൊക്കെയാണ് നമ്മൾ അഡ്മിനിസ്ട്രേറ്റർ ആയിട്ട് അപ്പോയിന്റ് ചെയ്യുന്നത്. ഹ്യൂമൻ സ്കില്ല്, അവിടെ വർക്ക് ചെയ്യുന്ന വ്യക്തികളെ നല്ല രീതിയിൽ മാനേജ് ചെയ്യാനായിട്ട് ആർക്ക് പറ്റണം, അഡ്മിനിസ്ട്രേറ്റർക്ക് പറ്റണം. കൺസെപ്ച്വൽ സ്കിൽസ്, ഓരോ കാര്യങ്ങളും ചിന്തിച്ച് അതനുസരിച്ച് കറക്റ്റ് ആയിട്ടുള്ള, ഭയങ്കര കോംപ്ലക്സ് ആയിട്ടുള്ള ഡിസിഷൻസ്, സിറ്റുവേഷൻസ് ഒക്കെ ആരുടെ ജീവിതത്തിൽ ഹാൻഡിൽ ചെയ്യേണ്ടതായിട്ട് വരും, അഡ്മിനിസ്ട്രേറ്ററിന്റെ ജീവിതത്തിൽ ഹാൻഡിൽ ചെയ്യേണ്ടതായിട്ട് വരും. ഈ കോംപ്ലക്സ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ എന്താണെന്നുള്ളത് കണ്ടുപിടിക്കാനും അത് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി പെരുമാറാനും ആർക്ക് വേണം, അങ്ങനെ ഒരു സ്കിൽ ആർക്ക് വേണം, അഡ്മിനിസ്ട്രേറ്റർക്ക് വേണം. അപ്പോൾ ടെക്നിക്കൽ സ്കിൽ, നോളജ്, expertise in specific field, the potential to work well with peoples. അവിടെ വർക്ക് ചെയ്യുന്ന എല്ലാ എംപ്ലോയീസ് ആയിട്ട് നല്ല രീതിയിൽ വർക്ക് ചെയ്ത് പോകാനായിട്ടുള്ള പൊട്ടൻഷ്യൽ ആർക്ക് വേണം, അഡ്മിനിസ്ട്രേറ്റർക്ക് വേണം. കൺസെപ്ച്വൽ സ്കിൽ എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി അതിനനുസരിച്ച് പെരുമാറാനുള്ള സ്കില്ല് ആർക്ക് വേണം, അഡ്മിനിസ്ട്രേറ്റർക്ക് വേണം. എന്താണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ? അതൊക്കെ വേണം, സ്കില്ലും റോളൊക്കെ പറഞ്ഞു വന്നു. ഇനി എന്താണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പറയാണ്? ചില കാര്യങ്ങൾ നിങ്ങൾ കേട്ടതുപോലെ തന്നെ റിപ്പീറ്റ് ആയിട്ടായിരിക്കും പറയുന്നത്. കാരണം അത് തന്നെയാണ് ആദ്യം പറയുന്നത് തന്നെയാണ് വീണ്ടും എഴുതി വെക്കേണ്ടത്. അപ്പൊ കുറച്ച് കാര്യങ്ങളൊക്കെ റിപ്പീറ്റ് ആണ്. ജസ്റ്റ് ഈ ഒരു ചാപ്റ്റർ ഇങ്ങനെയാണ് എന്നുള്ള രീതിയിൽ അത് അക്സെപ്റ്റ് ചെയ്യാം. ചാപ്റ്ററിൽ ഒരു വ്യത്യാസമുണ്ട്. നമ്മളിവിടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന്റെ റോൾസ്, ഫങ്ഷൻസ്, അതേപോലെ അദ്ദേഹത്തിന് വഹിക്കുന്ന ചുമതലകള്, അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ, ക്യാരക്ടറിസ്റ്റിക്സ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ബിസിനസ് ഒക്കെ പഠിക്കുന്ന പോലെ ഒരു ടോപ്പിക് ആണിത്. നല്ല ചെറുപ്പത്തിലെ കൊമേഴ്സ് സ്റ്റുഡൻസിന് അറിയാം, തിയറിറ്റിക് ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ് ബിസിനസ് എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ബിസിനസ് സ്റ്റഡീസ് ഒക്കെ പഠിക്കുന്ന പോലെ ഒരു സബ്ജക്റ്റ് ആണ് ഏതിപ്പോ ഈ പഠിക്കാൻ പോണ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ. അവർക്ക് പെട്ടെന്ന് ചിലപ്പോൾ ക്യാച്ച് ചെയ്യാൻ പറ്റും. സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള കുട്ടികൾക്കായിരിക്കും കുറച്ചും കൂടി പ്രശ്നം പറ്റുന്നത്. ഒന്ന് ശ്രദ്ധിക്കാട്ടെ എല്ലാവരും. Hospital administration is all about സൗണ്ട് പോയിട്ടുണ്ട്, സൗണ്ട് ഇൻഫെക്ഷൻ ഉണ്ട്. പക്ഷെ എനിക്ക് പെയിൻ ഒന്നുമില്ല, സൗണ്ട് കുറച്ച് പോയിട്ട് സൗണ്ട് വന്നിട്ടില്ല, ഭയങ്കര ജലദോഷമൊക്കെയാണ്.
സൗണ്ട് തിരിച്ചിട്ടില്ല, വേറെ പ്രശ്നമില്ല. നിങ്ങൾക്ക് സൗണ്ട് ഒക്കെ ക്ലിയർ ആവണുണ്ടല്ലോ എന്ന് വിചാരിക്കുന്നു കേട്ടോ. ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യേ ഈ ക്ലാസ്സിന്. Hospital administration is all about running the department in smooth manner. കറക്റ്റ് ആയിട്ട് സ്മൂത്ത് ആയിട്ട് സുഗമമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് റൺ ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഹോസ്പിറ്റലിൽ ഒരു നല്ല പ്രോപ്പർ അഡ്മിനിസ്ട്രേഷൻ വേണം. കറക്റ്റ് ആയിട്ട് കാര്യങ്ങളൊക്കെ പ്രോപ്പർ ആയിട്ട് പോകാൻ വേണ്ടിയിട്ട് പ്രോപ്പർ ആയിട്ടുള്ള ഒരു അഡ്മിനിസ്ട്രേഷൻ എവിടെ വേണം? ഹോസ്പിറ്റലിൽ വേണം. ഓൾസോ സം റോൾസ് may involve direct patient care. ഫസ്റ്റ് കുറച്ച് റോൾസുകളാണ് ഞാൻ ഈ പറയാൻ പോകുന്നത്. ചില അഡ്മിനിസ്ട്രേറ്റർ പെർഫോം ചെയ്യുന്ന കുറച്ച് റോൾസ് ആണ് പറയുന്നത്. ഡയറക്റ്റ് പേഷ്യന്റ് കെയർ കൊടുക്കേണ്ടതായിട്ട് വരും ചില സാഹചര്യങ്ങളിൽ. മെനി ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ മെയിൻറ്റെയിൻ ലിറ്റിൽ ടു നോ പേഷ്യന്റ് കോണ്ടാക്ട്. ചില അഡ്മിനിസ്ട്രേറ്റേഴ്സിന് നമ്മുടെ പേഷ്യന്റ് ആയിട്ടോ ഒരു നേരിട്ടൊരു കോണ്ടാക്ട് ഒട്ടും ഉണ്ടാവില്ല. ദേ ഹാവ് ഫുൾ സ്റ്റോപ്പ് ഉണ്ട് കേട്ടോ അവിടെ. They may have a variety of responsibility like managing finance. അവർക്ക് മറ്റുള്ള റെസ്പോൺസിബിലിറ്റീസ് ആണുള്ളത്. ഏതെല്ലാമാണ്? നമ്മുടെ ഫിനാൻസ് മാനേജ് ചെയ്യുക, ഓരോ ഡിപ്പാർട്ട്മെന്റ്സിന്റെ നീഡ്സ് എന്താണെന്നുള്ളത് കണ്ടെത്തുക, അതെന്ത് ചെയ്യുക? അച്ചീവ് ചെയ്യുക, അല്ലെങ്കിൽ അത് നടപ്പിലാക്കി കൊടുക്കുക. എൻഷുറിംഗ് ദ ഡിപ്പാർട്ട്മെന്റ് നീഡ്സ്, റെഗുലേറ്ററി നീഡ്സ്, കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് പോകുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ റെഗുലേറ്റ് ചെയ്യുക. ആൻഡ് ഹയറിംഗ് ഹൈ ക്വാളിറ്റി സ്റ്റാഫ്, നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാരെ ഹയർ ചെയ്യുക. These professionals can find work in variety of healthcare organizations. അപ്പൊ ഈ പറഞ്ഞിട്ടുള്ള പ്രൊഫഷണൽസിന് നല്ല രീതിയിൽ വർക്ക് ചെയ്യാനായിട്ട്, നല്ല കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാനായിട്ട് ഓർഗനൈസേഷനിൽ പറ്റും. ഏതൊക്കെ ഹെൽത്ത് കെയർ ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യാനായിട്ട് പറ്റണം അഡ്മിനിസ്ട്രേറ്റേഴ്സിന്? വിച്ച് കൺസിസ്റ്റ് ഓഫ് ഹോസ്പിറ്റൽസ്, ക്ലിനിക്സ്, കോർപ്പറേഷൻസ്, ഗവൺമെന്റ് ഏജൻസീസ്. നമ്മള് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഹോസ്പിറ്റലിന് വേണ്ടി നമ്മൾ ഒരു എന്താ പറയാ ഒരു റോൾ മോഡൽ അല്ല, ഹോസ്പിറ്റലിന് വേണ്ടി സംസാരിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് അഡ്മിനിസ്ട്രേറ്റർ വർക്ക് ചെയ്യുന്നത്. മറ്റു ഹോസ്പിറ്റൽസ് ആയിട്ട്, ക്ലിനിക് ആയിട്ട്, മറ്റു കോർപ്പറേഷൻ ആയിട്ട്, അല്ലെങ്കിൽ ഗവൺമെന്റ് ഏജൻസി ആയിട്ട് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടതും എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കേണ്ട ഉത്തരവാദിത്വം ആർക്കാണ്? അഡ്മിനിസ്ട്രേറ്റർക്കാണുള്ളത്. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് coordinate all department with a healthcare facility to make sure that they function as whole. Hospital administrator എല്ലാ ഡിപ്പാർട്ട്മെന്റിന്റെ ഫങ്ഷൻസും കറക്റ്റ് കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകേണ്ടതാണ്. ഈ ഹോസ്പിറ്റലിൽ ഒരുമിച്ച് ഒത്തൊരുമയോട് കൂടിയാണ് വർക്ക് ചെയ്യുന്നതെന്നുള്ള കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യേണ്ടത് അഡ്മിനിസ്ട്രേറ്റർ ആണ്. Their proficiency is needed to execute, plan, organize, direct, and monitor the outcomes of medical and healthcare service. അവരുടെ പ്രൊഫഷൻസി എപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്യാനും കറക്റ്റ് ആയിട്ട് പ്ലാൻ ചെയ്ത് അതിന് വേണ്ട റിസോഴ്സസ് ഓർഗനൈസ് ചെയ്ത് അവിടുത്തെ സ്റ്റാഫിന് വേണ്ട ഡയറക്ഷൻസ് കൊടുത്ത് അവരെല്ലാവരെയും മോണിറ്റർ ചെയ്ത് കൺട്രോൾ ചെയ്ത് പ്രോപ്പർ ആയിട്ട് മെഡിക്കൽ സർവീസും ഹെൽത്ത് കെയർ സർവീസും പ്രൊവൈഡ് ചെയ്യിപ്പിക്കുക. ഇതാണ് അഡ്മിനിസ്ട്രേറ്ററിന്റെ ഫങ്ഷൻ എന്ന് പറയുന്നത്. ത്രൂ ദ റോൾ ഓഫ് അഡ്മിനിസ്ട്രേറ്റർ ഡിഫർ ഫ്രം വൺ ഇൻസ്റ്റിറ്റ്യൂഷൻ ടു നെക്സ്റ്റ്. ഓരോ ഇൻസ്റ്റിറ്റ്യൂഷനെ വെച്ച് നോക്കുമ്പോഴും അഡ്മിനിസ്ട്രേറ്റേഴ്സിന്റെ റോള് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? ഡിഫറെന്റ് ആണ്. ദെൻ ഡ്യൂട്ടീസ് മസ്റ്റ് ബി ഓഫ്റ്റൻ ഇൻക്ലൂഡ്. താഴെ പറയുന്നതാണ് അദ്ദേഹം പെർഫോം ചെയ്യുന്ന കുറച്ച് ഡ്യൂട്ടി എങ്കിലും. എന്ന് വെച്ചാൽ വലിയ ഹോസ്പിറ്റൽസിലാണെങ്കിൽ അഡ്മിനിസ്ട്രേറ്ററുടെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്, കുറച്ച് കൂടുതലാണ്. സ്മോൾ ഹോസ്പിറ്റൽസിൽ കമ്പാരിറ്റീവ്ലി അഡ്മിനിസ്ട്രേറ്ററിന്റെ ഫങ്ഷൻസ് എങ്ങനെയായിരിക്കും? കുറവായിരിക്കും. നമുക്ക് നോക്കാം കേട്ടോ. Serving as a contact among governing boards, medical staffs and departmental heads. നമ്മുടെ ഹോസ്പിറ്റലിലെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആയിട്ട് ഒരു കോണ്ടാക്ട് വേണം. അവരുടെ തീരുമാനങ്ങൾ നമ്മുടെ ഹോസ്പിറ്റൽസിലെ ബാക്കിയുള്ള സ്റ്റാഫുകൾ അറിയിക്കുക. മെഡിക്കൽ സ്റ്റാഫുകൾ അവരുടെ ഡിപ്പാർട്ട്മെന്റ് ഹെഡ്സ് ഒക്കെ ആയിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് ആര് മെയിൻറ്റെയിൻ ചെയ്യണം? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ മെയിൻറ്റെയിൻ ചെയ്യണം. റിക്രൂട്ടിംഗ്, ഹയറിംഗ് ആൻഡ് അസസിംഗ് നഴ്സിംഗ്, ഡോക്ടർ, അസിസ്റ്റന്റ് അഡ്മിനിസ്ട്രേറ്റേഴ്സ്. അപ്പൊ ഈ പറഞ്ഞിട്ടുള്ള നേഴ്സുകളെ, ഡോക്ടേഴ്സിനെ, അസിസ്റ്റന്റ് അഡ്മിനിസ്ട്രേറ്റേഴ്സിനൊക്കെ റിക്രൂട്ട് ചെയ്യുക, ഹയർ ചെയ്യുക, എന്ത് അപ്പോയിന്റ് ചെയ്യുക,
അവരുടെ പെർഫോമൻസ് അസസ് ചെയ്യുന്നതും ആരാണ്? അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആണ്. ഓർഗനൈസിംഗ്, ഡയറക്ടിംഗ്, കൺട്രോളിംഗ് ആൻഡ് കോർഡിനേറ്റിംഗ് സർവീസ് ആർ ഡയറക്റ്റഡ് ബൈ ഹോസ്പിറ്റൽ ബോർഡ്സ്. ഹോസ്പിറ്റൽ ബോർഡ്സ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, അവർക്ക് കൊടുത്തിരിക്കുന്ന ഫങ്ഷൻസുകൾ, ആക്ടിവിറ്റീസ്, അതിന് വേണ്ടിയിട്ടുള്ള റിസോഴ്സ് ഓർഗനൈസ് ചെയ്യുക, ബാക്കിയുള്ള സ്റ്റാഫുകൾക്ക് ഡയറക്റ്റ് ചെയ്യുക, അവരെ കൺട്രോൾ ചെയ്യുക, അവർ സർവീസ് ഒക്കെ കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകേണ്ടത് ആരുടെ ഉത്തരവാദിത്തമാണ്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററുടെ ഉത്തരവാദിത്തമാണ്. Supervising the creation and implementation of the programs and policies for patient service, quality assurance, public relation outreach, departmental activities. നമ്മൾ ഇവരുടെ എല്ലാ ആക്ടിവിറ്റീസ് ഒക്കെ സൂപ്പർവൈസ് ചെയ്യുക. അതേപോലെ തന്നെ പേഷ്യന്റ് സർവീസ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രോഗ്രാംസും പോളിസീസും ഒക്കെ നടപ്പിലാക്കേണ്ട ഉത്തരവാദിത്വം അഡ്മിനിസ്ട്രേറ്ററിന്റെയാണ്. ക്വാളിറ്റി അഷ്വറൻസ് പ്രൊവൈഡ് ചെയ്യുക, നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന സർവീസിന് ക്വാളിറ്റി കൊടുക്കാം. പബ്ലിക് ആയിട്ട് ഒരു നല്ല റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാം. ഇനി എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കേണ്ട ഉത്തരവാദിത്വം ആർക്കാണ്? അഡ്മിനിസ്ട്രേറ്റർക്കാണ്. ഡിപ്പാർട്ട്മെന്റൽ ആക്ടിവിറ്റീസ് ഒക്കെ കറക്റ്റ് ആയിട്ട് പോകുന്നുണ്ടോ, കറക്റ്റ് ആയിട്ടാണ് എല്ലാവരും പെർഫോം ചെയ്യുന്നത് ഇവാലുവേറ്റ് ചെയ്യുക. Advancing and expanding programs and service for scientific research, preventive medicines. ഹോസ്പിറ്റലിൽ ആവശ്യമായിട്ടുള്ള സയന്റിഫിക് റിസർച്ചുകൾ, അങ്ങനത്തെ പ്രോഗ്രാംസുകൾ എന്ത് ചെയ്യുക, എക്സ്പാൻഡ് ചെയ്യുന്ന ഉത്തരവാദിത്വം ആർക്കാണ്? അഡ്മിനിസ്ട്രേറ്റർക്കാണ്. അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഹാവ് ടു സ്റ്റേ നോക്കാട്ടോ. Administrator have to stay current on any laws and regulations that affects the healthcare or hospital industry as well as medical and technological progress. നമ്മളുടെ കൺട്രിയില് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഉണ്ട്. ഹോസ്പിറ്റൽസ് റൺ ചെയ്യുമ്പോൾ ഇന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്യുന്നുണ്ട്. ആ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അനുസരിച്ചാണ് നമ്മൾ പ്രവർത്തിക്കണമെന്ന് ഉറപ്പുവരുത്തുക. പിന്നെ മറ്റുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ആസ് എ ബിസിനസ് ലീഡർ, നമ്മുടെ ബിസിനസ് ലീഡർ ആയിട്ടാണ് ആര് വർക്ക് ചെയ്യുന്നത്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ വർക്ക് ചെയ്യുന്നത്, അല്ലെ? നമ്മുടെ ഹോസ്പിറ്റലിലെ എല്ലാവർക്കും ഒരു ലീഡർ ആയിട്ടാണ് ആര് വർക്ക് ചെയ്യുന്നത്? അഡ്മിനിസ്ട്രേറ്റർ വർക്ക് ചെയ്യുന്നത്. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ മസ്റ്റ് ഓവർസീ, ഈ താഴെ പറയുന്ന കാര്യങ്ങളിലൊക്കെ ഒരു മേൽനോട്ടം ആര് വഹിക്കണം? അഡ്മിനിസ്ട്രേറ്റർ വഹിക്കണം. ലോങ് ടൈം പ്ലാനിങ്, നമുക്ക് ഒരുപാട് നാളത്തേക്ക് പ്ലാൻസുകൾ ഉണ്ടാവും, ലോങ് ടേം ആയിട്ടുള്ള പ്ലാൻസുകൾ, ദീർഘകാല ആസൂത്രണങ്ങൾ, പ്ലാൻസുകൾ ഉണ്ടാവും. അതിനുവേണ്ടി അത് കാര്യങ്ങളൊക്കെ ഓവർസീ ചെയ്യണം, ഒരു മേൽനോട്ടം വഹിക്കണം. ഓപ്പറേറ്റിംഗ് ഒബ്ജക്റ്റീവ്സ് ആൻഡ് ബഡ്ജറ്റ്, നമ്മുടെ ഓർഗനൈസേഷന്റെ ഒബ്ജക്റ്റീവ് അനുസരിച്ച്, അവരുടെ കയ്യിലുള്ള ഫണ്ട് അനുസരിച്ച്, ബഡ്ജറ്റ് അനുസരിച്ച് വേണം പ്രവർത്തിക്കാൻ. സിസ്റ്റമാറ്റിക് ഡെലിവറി ഓഫ് മെഡിക്കൽ സർവീസ്, ഒരു സിസ്റ്റമാറ്റിക് ഡെലിവറി ഓഫ് മെഡിക്കൽ സർവീസ് നമ്മുടെ ഹോസ്പിറ്റലിൽ നടപ്പിലാക്കണം. ഫിനാൻഷ്യൽ റിപ്പോർട്ട്സുകൾ, നിങ്ങളുടെ ഓരോ മാസത്തെയും അല്ലെങ്കിൽ ഇയർലി ഫിനാൻഷ്യൽ റിപ്പോർട്ടുകളൊക്കെ പബ്ലിഷ് ചെയ്യണം. ആ ഉത്തരവാദിത്തം ആർക്കാണ്? അഡ്മിനിസ്ട്രേറ്റർക്കാണ്. ഹോസ്പിറ്റൽ പോളിസി ചാർജ്, ഹോസ്പിറ്റലിന്റെ പോളിസിയുടെ ചാർജ് ആർക്കാണ്? വരുന്ന മാറ്റങ്ങള് ഹോസ്പിറ്റൽ പോളിസി ചേഞ്ചസ്, ഹോസ്പിറ്റലിലെ പോളിസിയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ആ കാര്യങ്ങള് നമ്മുടെ സ്റ്റാഫുകളായിട്ടും മറ്റു ഡിപ്പാർട്ട്മെന്റുകളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഉത്തരവാദിത്വം ആർക്കാണ്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർക്കാണ്. Their strong interpersonal skills, നമ്മളുടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർക്ക് വേണ്ട ഒരു സ്കില്ലാണ് എന്ത്? ഇന്റർപേഴ്സണൽ സ്കിൽ എന്ന് പറയും. മറ്റുള്ള വ്യക്തികളായിട്ട് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും അവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും ഒരു സ്കില്ലാണ് ഇന്റർപേഴ്സണൽ സ്കിൽ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരു സ്കിൽ ഉള്ളതുകൊണ്ട് തന്നെ കാര്യങ്ങളെല്ലാം ഓവർസീ ചെയ്യാനും മോണിറ്റർ ചെയ്യാനും സ്റ്റാഫുകളായിട്ട് ഇന്ററാക്ട് ചെയ്യാനും അവരായിട്ട് കാര്യങ്ങളൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, നിങ്ങൾക്ക് വർക്ക് ചെയ്ത എൻവയോൺമെന്റിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഇന്ററാക്ട് ചെയ്യാനും, അതേപോലെ തന്നെ നമ്മുടെ ബോർഡിനോട് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ആര് ഉത്തരവാദിയാണ്? അല്ല, ആർക്ക് ഉത്തരവാദിത്വം ഉണ്ട്? അഡ്മിനിസ്ട്രേറ്റർക്ക് ഉത്തരവാദിത്വം ഉണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഹോസ്പിറ്റലിൽ ബോർഡ് എടുക്കുന്ന തീരുമാനങ്ങൾ സ്റ്റാഫുകളിൽ നടപ്പിലാക്കേണ്ട ഉത്തരവാദിത്വം ആർക്കാണ്? അഡ്മിനിസ്ട്രേറ്റർക്കാണ്. ഇത്രയുമാണ് അഡ്മിനിസ്ട്രേറ്ററിനെ കുറിച്ച്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിനെ കുറിച്ച് പറയാനുള്ളത്. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്താണെന്നും അഡ്മിനിസ്ട്രേറ്ററിന്റെ റോൾ എന്താണെന്നും, റോൾ എന്ന് പറയുന്നത് ഇവിടെയുണ്ട്, റോൾ ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ. അതേപോലെ തന്നെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ എന്തെല്ലാം കാര്യങ്ങളാണ് ഓവർസീ ചെയ്യേണ്ടതെന്നും അതൊന്ന് വായിച്ചു നോക്കി, എല്ലാവരും വായിച്ചു നോക്കി കേട്ടോ.
എന്താണ് ഇംപ്ലിമെന്റേഷൻ റോൾസ്? ഇന്റർപേഴ്സണൽ ആണോ ഉദ്ദേശിക്കുന്നത്? സോറി, പ്രോഗ്രാം, ഇംപ്ലിമെന്റേഷൻ പ്രോഗ്രാംസ്. നമ്മൾ പ്രോഗ്രാംസ് ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്യുക ഹോസ്പിറ്റലിൽ ഒരുപാട് പ്രോഗ്രാംസുകളൊക്കെ ഉണ്ടാവും. നമ്മള് അവരെ ഹോസ്പിറ്റലിന്റെ ഭാഗത്ത് നിന്ന് കണ്ടക്ട് ചെയ്യുന്ന പ്രോഗ്രാംസ് അത് ഇംപ്ലിമെന്റ് ചെയ്യുക. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളുടെ ഹെൽത്ത് എന്താ പറയാ, നമ്മള് അഹല്യൊക്കെ പോലത്തെ ഹോസ്പിറ്റൽസുകള് അവരുടെ അഡ്വർടൈസ്മെന്റ് ഒക്കെ ഭാഗമായിട്ട് തന്നെയാണ് കുറച്ച് എന്താ പറയാ ഫ്രീ ഐ കെയർ ചെക്കപ്പ് ഒക്കെ നടത്താറുണ്ട്. ഫ്രീ ആയിട്ട് ഐ കെയർ ചെക്കപ്പ് പോലത്തെ പ്രോഗ്രാംസുകൾ നടത്താറുണ്ട്. അതൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യാന്നുള്ളതും ആരുടെ റോളാണ്? അഡ്മിനിസ്ട്രേറ്ററിന്റെ റോളാണെന്നാണ് പറയുന്നത്. ഞാൻ ഒരു എക്സാമ്പിൾ മാത്രമാണ് പറഞ്ഞത് ഇംപ്ലിമെന്റിംഗ് പ്രോഗ്രാംസ് എന്നുള്ളത്. ഓക്കെ, ഇനി എന്തെല്ലാമാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന്റെ ജോബ് എന്ന് നമുക്ക് നോക്കാം. ബിസൈഡ് ടു ഹോസ്പിറ്റൽസിന് പുറമെ, ഹോസ്പിറ്റലിന്റെ അകത്തല്ലാതെ കുറച്ച് ജോബുകൾ ഹോസ്പിറ്റലിന് പുറത്ത് നമ്മൾ അഡ്മിനിസ്ട്രേറ്റർ ചെയ്യാറുണ്ട്. അത് ഏതൊക്കെയാണെന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് കേട്ടോ. നോക്കാട്ടെ എല്ലാവരും. Which may range from small community hospital to massive multi-hospital system. These healthcare administrator may also work for. അപ്പം നമ്മൾ വലിയ ഹോസ്പിറ്റൽ ആവട്ടെ ചെറിയ ഹോസ്പിറ്റൽ ആവട്ടെ, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് താഴെ പറയുന്ന റോളുകളിലും കൂടി അല്ലെങ്കിൽ ജോബും കൂടി ചെയ്യാറുണ്ട്. റീഹാബിലിറ്റേഷൻ ഫെസിലിറ്റീസ്, പുനരധിവാസം, നമ്മുടെ രോഗികൾക്ക് ആവശ്യമുള്ള പുനരധിവാസത്തിനുള്ള ഫെസിലിറ്റീസുകൾ ആര് പ്രൊവൈഡ് ചെയ്യാറുണ്ട്? അഡ്മിനിസ്ട്രേറ്റർ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ആംബുലേറ്ററി കെയർ സെന്റേഴ്സുകൾ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ഔട്ട് പേഷ്യൻസിന് വേണ്ടിയിട്ടുള്ള ആംബുലേറ്ററി കെയർ സെന്റർ സർവീസുകൾ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ഗ്രൂപ്പ് മെഡിക്കൽ പ്രാക്ടീസ്, മെഡിക്കൽ പ്രാക്ടീസുകൾ ഒരുമിച്ച് ചെയ്യാൻ വേണ്ടി, ഗ്രൂപ്പായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യാറുണ്ട്. ഹോസ്പിറ്റലുകൾ, അഭയകേന്ദ്രങ്ങൾ, നമ്മുടെ ഹോസ്പിറ്റലിന്റെ കീഴിൽ ചിലപ്പോൾ അഭയകേന്ദ്രങ്ങൾ ഉണ്ടാവും. അവിടെ കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് പോകുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളും കൂടി ആര് മേൽനോട്ടം വഹിക്കും? അഡ്മിനിസ്ട്രേറ്റർ മേൽനോട്ടം വഹിക്കും. ഔട്ട് പേഷ്യന്റ് കെയർ ഫെസിലിറ്റീസ്, നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് വരുന്ന ഔട്ട് പേഷ്യൻസ് ഉണ്ടല്ലോ, അപ്പൊ അവരുടെ പ്രൈമറി ആയിട്ടുള്ള കെയറുകൾ കൊടുക്കുക, അവർക്ക് ആവശ്യമുള്ള ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുക. ഫിസിഷ്യൻ ഓഫീസ് പ്രോപ്പർ ആയിട്ട് റൺ ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു കാര്യം എന്ത് ചെയ്യാം, പ്രോപ്പർ ആയിട്ട് റൺ ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താം. റെസിഡന്റൽ കെയർ ഫെസിലിറ്റീസ്, വാസയോഗ്യമായ ഒരു കെയർ നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. ഹോസ്പിറ്റലിന് ചുറ്റുപാടും ഒരു വാസയോഗ്യമായിട്ടുള്ളൊരു രീതിയിലുള്ളൊരു ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യാം. ഹോം ഹെൽത്ത് കെയർസ്, നമ്മളുടെ ഒരു കാര്യം പറയാം, നമ്മുടെ ഹോസ്പിറ്റൽസിൽ ഹോം ലൈക്ക് എൻവയോൺമെന്റ് വേണ്ട ഹോസ്പിറ്റൽസുകൾ ഏതാണ്? ഹോം ലൈക്ക് എൻവയോൺമെന്റ് വേണ്ട ഹോസ്പിറ്റൽസ് ഓക്കെ. അപ്പൊ പിള്ളേര് മറന്നൊന്നും പോയിട്ടില്ല കേട്ടോ. ഏതൊക്കെയാണ് ഹോം ലൈക്ക് എൻവയോൺമെന്റ് വേണ്ട ഹോസ്പിറ്റൽസ് എന്ന്. മെന്റൽ ഹോസ്പിറ്റൽ, റീഹാബിലിറ്റേഷൻ സെന്റേഴ്സിനൊക്കെ ഹോം ലൈക്ക് എൻവയോൺമെന്റ് ആണ് വേണ്ടത്. അപ്പൊ അങ്ങനത്തെ ഹോസ്പിറ്റൽസ് കെയർ കൊടുക്കുക, അത് മാറുന്ന ഉത്തരവാദിത്തമാണ്, അഡ്മിനിസ്ട്രേറ്ററിന്റെ ഉത്തരവാദിത്തമാണ്. മാനേജ് കെയർ ഓർഗനൈസേഷൻസ്, കെയർ ഓർഗനൈസേഷൻസ് ഒക്കെ ഉണ്ട്. പാലിയേറ്റീവ് കെയർ സെന്റേഴ്സ്, അങ്ങനത്തെ ഓർഗനൈസേഷൻസ് ഒക്കെ നമ്മള് എന്താ പറയാ, കുറെ അങ്ങനത്തെ ഒരു സന്നദ്ധ പ്രവർത്തകരൊക്കെ ഉണ്ടാവും, അവരുടെ ഓർഗനൈസേഷൻസ് ഒക്കെ ഉണ്ടാവും. അതൊക്കെ മാനേജ് ചെയ്യുക എന്നതും ആരുടെ ഉത്തരവാദിത്തമാണ്? അഡ്മിനിസ്ട്രേറ്ററിന്റെ ഉത്തരവാദിത്തമാണ്.
Hospital administrators at larger facilities may work in specific clinical area like cardiology, surgery, neurology, obstetrics and nephrology. വലിയ ഹോസ്പിറ്റൽസുകളൊക്കെയാണ്, വലിയ ലാർജ് ഫെസിലിറ്റീസ് ഒക്കെ ആണെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള ക്ലിനിക്കൽ ഏരിയാസിലും കൂടി ആര് മേൽനോട്ടം വഹിക്കേണ്ടതുണ്ട്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് മേൽനോട്ടം വഹിക്കേണ്ടതുണ്ട്. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് അറ്റ് സ്മോൾ ഫെസിലിറ്റി, ചെറിയ ഹോസ്പിറ്റൽസ് ആണ് എങ്കിൽ may supervise different department like finance, education, research, personnel. അപ്പോൾ ചെറിയ ഫെസിലിറ്റീസ് ഒക്കെ ആണെങ്കിൽ ധനപരമായിട്ടും എഡ്യൂക്കേഷൻ പരമായിട്ടും റിസർച്ച് പരമായിട്ടും പേഴ്സണൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹ്യൂമൻ റിസോഴ്സ് HR എന്ന് പറയാറില്ല, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. അപ്പൊ അവരെയൊക്കെ നല്ല രീതിയിൽ എന്ത് ചെയ്താൽ മതി? മോണിറ്റർ ഒക്കെ ചെയ്താൽ മതി, ചെറിയ ഹോസ്പിറ്റൽസ് ആണെങ്കിൽ. ഇനി പറയുന്നത് കുറച്ച് ജോബ് ടൈറ്റിൽസ് ആണ്. നിങ്ങൾ ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് ഒക്കെ പഠിച്ച് പുറത്തിറങ്ങി കഴിഞ്ഞ് താഴെ പറയുന്ന പോസ്റ്റുകളിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. താഴെ പറയുന്ന പോസ്റ്റുകളിലേക്ക് മുകളിലേക്ക് കയറുന്നതിനനുസരിച്ച്, അല്ലെങ്കിൽ ഇപ്പൊ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഒക്കെ ആവണമെന്നുണ്ടെങ്കിൽ നമ്മള് അസിസ്റ്റന്റ് അഡ്മിനിസ്ട്രേറ്റർ ആയിട്ട് കയറി ഒരുപാട് എക്സ്പീരിയൻസുകൾ ഏൺ ചെയ്താലൊക്കെയാണ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറൊക്കെ ആയിട്ട് നമുക്ക് പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. ഫ്രഷേഴ്സിനൊന്നും ആ ജോബ് കിട്ടില്ല, എക്സ്പീരിയൻസ് ആണ് മസ്റ്റ്. അപ്പൊ നമ്മൾ ഈ ഒരു കോഴ്സ് ഒക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യാൻ നോക്കാം? നിങ്ങളുടെ അടുത്തുള്ള ഫേമുകളിൽ അല്ലെങ്കിൽ ഹോസ്പിറ്റൽസിൽ തന്നെ ട്രെയിനിങ് അല്ല, ജോലിക്ക് കയറാനായിട്ട് നോക്കാം. അവിടെ നിങ്ങൾ ഇവാലുവേറ്റ് ചെയ്യുന്നത് നിങ്ങളുടെ പെർഫോമൻസ്. നമ്മൾ ഇത്രയും നാള് ഈ കോഴ്സ് പഠിച്ചപ്പോ ഇവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഏൺ ചെയ്തിട്ടുണ്ടാവും, എന്തെങ്കിലും അറിവുകൾ നിങ്ങൾ നേടിയെടുത്തിട്ടുണ്ടാവും. ആ അറിവുകൾ അവർ ഇവാലുവേറ്റ് ചെയ്യും. ആ ഒരു നിങ്ങളുടെ എബിലിറ്റി നോക്കിയിട്ടായിരിക്കും നിങ്ങൾ എന്ത് ചെയ്യുന്നത്? അപ്പോയിന്റ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം എന്തെല്ലാം റോളുകളാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന് പ്രവർത്തിക്കാൻ പറ്റുന്നത്. ജസ്റ്റ് എ ഫ്യൂ ടൈറ്റിൽ ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ മേ പോസ്റ്റ് ഇൻക്ലൂഡ്, താഴെ കൊടുത്തിട്ടുണ്ട്. പ്രസിഡന്റ്, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസേഴ്സ്, CEO നമുക്ക് കേട്ടിട്ടുണ്ട്, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആയിട്ടൊക്കെ പ്രവർത്തിക്കാൻ പറ്റും. ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ, ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ, അസോസിയേറ്റ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ, ഡയറക്ടർ ഓഫ് ഹ്യൂമൻ റിസോഴ്സ്, റിക്രൂട്ട്മെന്റ് സ്പെഷ്യലിസ്റ്റ്. നമ്മൾ ഈ പറയുന്ന ഡയറക്ടർ ഓഫ് ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹ്യൂമൻ റിസോഴ്സ് ഉണ്ട്, നമ്മുടെ ഹോസ്പിറ്റൽസിൽ ഉള്ള സ്റ്റാഫുകൾ, അവരെ മാനേജ് ചെയ്യുന്ന ഡയറക്ടറിനെയാണ് ഡയറക്ടർ ഓഫ് ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്നത്. റിക്രൂട്ട്മെന്റ് സ്പെഷ്യലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് ആവശ്യമുള്ള സ്റ്റാഫുകൾ റിക്രൂട്ട് ചെയ്യുന്ന ആളാണ്. വൈസ് പ്രസിഡന്റ് ഓഫ് ക്വാളിറ്റി, ക്വാളിറ്റി അഷ്യൂർ ചെയ്യുന്ന വ്യക്തിയാണ് വൈസ് പ്രസിഡന്റ്. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഹോസ്പിറ്റൽ ഓപ്പറേഷൻസ് അഡ്മിനിസ്ട്രേറ്റേഴ്സ്, അവരുടെ ഡേ ടു ഡേ ഓപ്പറേഷൻസ് കറക്റ്റ് ആയിട്ടാണ് പോകുന്നത്, ഡേ ടു ഡേ ഫംഗ്ഷനിങ് പ്രോപ്പർ ആയിട്ടാണ് പോകുന്നത് കോർപ്പറേറ്റ് അഡ്മിനിസ്ട്രേറ്റേഴ്സ്. കംപ്ലൈൻസ് എഡ്യൂക്കേറ്റേഴ്സ്, എന്തെങ്കിലും കംപ്ലൈന്റ് ഒക്കെ ഉണ്ടെങ്കിൽ കാര്യങ്ങൾ പരിഹരിക്കുന്ന വ്യക്തി. ഡയറക്ടർ ഓഫ് നേഴ്സിംഗ് ഡയറക്ടേഴ്സ്, ഡയറക്ടേഴ്സ് ഓഫ് ക്ലിനിക്കൽ ഓപ്പറേഷൻസ്, അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫ് ഫിനാൻസ്. പിന്നെ വരുന്നത് ഡയറക്ടർ ഹോമയുണ്ടോ, പിന്നെ മറ്റ് ഡയറക്ടേഴ്സ്, പോപ്പുലേഷൻ ഹെൽത്ത് ഡയറക്ടേഴ്സ്, പേഷ്യന്റ് കെയർ സർവീസ് ഏരിയാസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സിന്റെ റോളുകൾ അല്ലെങ്കിൽ ഫങ്ഷൻ ചെയ്യാനായിട്ട് പറ്റും. ഇതൊന്ന് വായിച്ചു നോക്കി, എന്തെല്ലാമാണ് അവരുടെ ജോബും അതേപോലെ എന്തെല്ലാം ടൈറ്റിൽസ് ആണ് അവർക്ക് ഫുൾഫിൽ ചെയ്യാനായിട്ട് പറ്റുന്നത്. ഓക്കെ, അത് വായിച്ചു തോന്നുന്നു.
ഇനി ഫങ്ഷൻസ് ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആണ് പറയാൻ പോകുന്നത് കേട്ടോ. ഹ്യൂമൻ റിസോഴ്സ് ഫംഗ്ഷൻ ഉണ്ട്. അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾ നല്ല രീതിയിൽ പ്രോപ്പർ ആയിട്ടാണ് അവരുടെ വർക്ക് പോകുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഒബ്സർവ് ചെയ്യണം. എന്തെങ്കിലും ഡീവിയേഷൻസ് ഉണ്ടെങ്കിൽ ആ സ്റ്റാഫുകൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കാം. ഹോസ്പിറ്റൽ ഓപ്പറേഷൻസ്. ഈ ഹോസ്പിറ്റൽ ഓപ്പറേഷൻ എന്ന് പറയുന്നത് സർജറി ഒന്നല്ല കേട്ടോ. ഹോസ്പിറ്റലിലെ ഡേ ടു ഡേ ഓപ്പറേഷൻസ് ഉണ്ട്. ഡേ ടു ഡേ അവർ പെർഫോം ചെയ്യുന്ന ഫംഗ്ഷൻസ് ഒക്കെ പ്രോപ്പർ ആയിട്ടാണോ പോണെന്ന് ഉറപ്പുവരുത്താം. പബ്ലിക് റിലേഷൻ ഫംഗ്ഷൻ. നമ്മുടെ പബ്ലിക് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ്, നല്ലൊരു ബെറ്റർ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. ഫോർമുലേഷൻ ഓഫ് പോളിസീസ് ആൻഡ് ഇംപ്ലിമെന്റേഷൻ. പോളിസീസ് ഫോർമുലേറ്റ് ചെയ്യുക, നയങ്ങൾ രൂപീകരിക്കുക, അത് ഇംപ്ലിമെന്റ് ചെയ്യുക, നടപ്പിലാക്കുക. എൻഷുർ കംപ്ലൈൻസ് വിത്ത് ലോ. അതേപോലെ ഇത് തെറ്റാണ്. ലോ കഴിഞ്ഞിട്ട് റൂൾസ് ആണ് വേണ്ടത്. എൻഷുർ കംപ്ലൈൻസ് വിത്ത് ലോ, റൂൾസ്, റെഗുലേഷൻസ് ആൻഡ് എത്തിക്സ്. നമ്മള് ലോ അനുസരിച്ച്, നിയമങ്ങൾ അനുസരിച്ച്, റൂൾസ് അനുസരിച്ച് നിയന്ത്രിച്ച് വേണം ഹോസ്പിറ്റലിലെ എല്ലാ ആക്ടിവിറ്റീസും നമ്മൾ പോവാനായിട്ട്. ആക്ട് ആസ് എ ലീഗൽ റെപ്രസെന്റേറ്റീവ് ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിന്റെ ലീഗൽ റെപ്രസെന്റേറ്റീവ് ആയിട്ട് ആക്ട് ചെയ്യുക. ഞാൻ പറഞ്ഞു, എന്തൊരു പ്രശ്നം ഹോസ്പിറ്റലിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം മുമ്പിൽ നിന്ന് അത് നേരിടുന്നത് ആരാണ്? അഡ്മിനിസ്ട്രേറ്റർ ആണ്. Hospital administrator is accountable to make sure that make sure that hospital is abiding the government rules and whether all statutory needs are met. നമ്മുടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർക്ക് ഒരു ഉത്തരവാദിത്വം ഉണ്ട്. എന്താ ഉത്തരവാദിത്വം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹോസ്പിറ്റലില് ഗവൺമെന്റ് പറഞ്ഞിട്ടുള്ള എല്ലാ റൂൾസ് ആൻഡ് റെഗുലേഷൻസും അവർ പറഞ്ഞിട്ടുള്ള സ്റ്റാറ്റ്യൂട്ടറി നീഡ്സും മെറ്റ് ചെയ്യുന്നുണ്ട്, അത് പാലിക്കുന്നുണ്ട്, അബൈഡിങ് പാലിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തണം. അത് ആരുടെ ഉത്തരവാദിത്തമാണ്? അഡ്മിനിസ്ട്രേറ്ററിന്റെ ഉത്തരവാദിത്തമാണ്. ഹാസ് ദ റെസ്പോൺസിബിലിറ്റി ടു സൂപ്പർവൈസ് ഓൾ ദ ആക്ടിവിറ്റീസ് ഇൻ ദ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിലെ എല്ലാ ആക്ടിവിറ്റീസും സൂപ്പർവൈസ് ചെയ്യുന്ന ഉത്തരവാദിത്തം ആർക്കാണ്? അഡ്മിനിസ്ട്രേറ്റർക്കാണ്. അതേപോലെ തന്നെ നമ്മുടെ ഹോസ്പിറ്റലിലെ മിഷൻ എന്താണ്? മിഷൻ ദൗത്യം എന്താണ്? നമ്മുടെ വിഷൻ എന്താണ്? വിഷൻ കാഴ്ചപ്പാട് എന്താണ്? ഒബ്ജക്റ്റീവ്സ്, ലക്ഷ്യങ്ങൾ എന്താണ് എന്നുള്ളത് മറ്റുള്ള സ്റ്റാഫായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടതും അവരെ ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്തം ആർക്കാണ്? അഡ്മിനിസ്ട്രേറ്റർക്കാണ്. Carry out all management decisions in the hospital. ഹോസ്പിറ്റൽസിലെ എല്ലാ മാനേജ്മെന്റ് ഡിസിഷൻസും നടപ്പിലാക്കേണ്ട ഉത്തരവാദിത്തം ആർക്കാണ്? അഡ്മിനിസ്ട്രേറ്റർക്കാണ്. Map out major rules, regulations, procedures and ensure their implementation. നമ്മളുടെ ഹോസ്പിറ്റൽസിന്റെ മേജർ ആയിട്ടുള്ള റൂൾസും റെഗുലേഷൻസും എന്തെല്ലാമാണ്, അതിന്റെ പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ്, ഇതെല്ലാം എൻഷുർ ചെയ്യേണ്ടതും ഇംപ്ലിമെന്റ് ചെയ്യേണ്ട ഉത്തരവാദിത്വം ആർക്കാണ്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർക്കാണ്. മേക്ക് ഷുവർ ദാറ്റ് റൂൾസ് ഫോർമുലേറ്റഡ് ആർ വിത്ത് ഇൻ ഹോസ്പിറ്റൽ പോളിസീസ്. നമ്മുടെ ഹോസ്പിറ്റൽസിന്റെ നയങ്ങള്, പോളിസീസ് അനുസരിച്ചിട്ടാണ് നമ്മൾ ഈ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ എന്ത് ചെയ്തത്, ഇംപ്ലിമെന്റ് ചെയ്തത് അല്ലെങ്കിൽ മേക്ക് ചെയ്തിട്ടുള്ളതെന്ന് ഉറപ്പുവരുത്തേണ്ട ഉത്തരവാദിത്വം ആർക്കാണ്? അഡ്മിനിസ്ട്രേറ്റർക്കാണ്. ഈസ് അക്കൗണ്ടബിൾ ഫോർ ഗുഡ് എംപ്ലോയർ റിലേഷൻഷിപ്പ്. എംപ്ലോയറും എംപ്ലോയിയും തമ്മിലൊരു നല്ല റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഉത്തരവാദിത്വം ആർക്കാണ്? അഡ്മിനിസ്ട്രേറ്റർക്കാണ്. Work attentively with other executives in the hospital like a medical superintendent, nursing superintendent. മറ്റുള്ള ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളായിട്ട് നല്ല രീതിയിൽ ആക്റ്റീവ്ലി അല്ലെങ്കിൽ നല്ല രീതിയിൽ ഒത്തൊരുമയോടുകൂടി വർക്ക് ചെയ്യേണ്ട ഉത്തരവാദിത്വം ആർക്കുണ്ട്? അഡ്മിനിസ്ട്രേറ്റർക്ക് ഉണ്ട്. Make sure that all department function in smooth and efficient manner. നമ്മുടെ ഹോസ്പിറ്റലിലെ എല്ലാ ഫങ്ഷൻസും എല്ലാ കാര്യങ്ങളും സ്മൂത്ത് എഫിഷ്യന്റ് ആയിട്ടുള്ള മാനറിലാണ് വർക്ക് ചെയ്യുന്നതെന്ന് ഉറപ്പുവരുത്താം. ആക്ട് ആസ് എ ഒഫീഷ്യൽ റെപ്രസെന്റേറ്റീവ് ഓഫ് ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിന്റെ ഒഫീഷ്യൽ റെപ്രസെന്റേറ്റീവ് ആയിട്ട് എന്ത് ചെയ്യുക? പ്രവർത്തിക്കുക. അടുത്ത സബ്മിറ്റ് ആനുവൽ റിപ്പോർട്ട് ടു ഗവേണിംഗ് ബോഡി. നമ്മള് ഇയർലി ആനുവൽ റിപ്പോർട്ടുകൾ സബ്മിറ്റ് ചെയ്യണം. നമ്മുടെ ഗവേണിംഗ് ബോഡിക്ക് ആനുവൽ റിപ്പോർട്ടുകൾ സബ്മിറ്റ് ചെയ്യുന്ന ഉത്തരവാദിത്തം ആർക്കാണ്? അഡ്മിനിസ്ട്രേറ്റർക്കാണ്. ഡൊണേറ്റ് ടു ഡൈവേഴ്സ് ആനുവൽ ബഡ്ജറ്റ്സ്. ആനുവൽ ബഡ്ജറ്റുകൾ അവതരിപ്പിക്കുക, അതും ആസൂത്രണം ചെയ്യേണ്ട ഉത്തരവാദിത്വം ആർക്കാണ്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർക്കാണ്. ഇത്രയുമാണ് അഡ്മിനിസ്ട്രേറ്ററിന്റെ ഫങ്ഷൻസ് എന്ന് പറയുന്നത് കേട്ടോ. ഇത് വായിച്ചു നോക്കിയേ.
പാലിക്കുക ഡാ പാലിക്കുക പാലിക്കുക. നമ്മൾ ഗവൺമെന്റ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ പാലിച്ചാണോ നമ്മുടെ ഹോസ്പിറ്റൽ റൺ ചെയ്യുന്നതെന്ന് ഉറപ്പുവരുത്തുക. അറ്റൻറ്റീവ്ലി എന്ന് പറഞ്ഞ വർക്ക് അറ്റൻറ്റീവ്ലി എനിക്ക് മനസ്സിലായതാണ്. നമ്മുടെ വർക്കുകൾ നല്ല ശ്രദ്ധയോടെ പെർഫോം ചെയ്യേണ്ട ഉത്തരവാദിത്വം ആർക്കാണ്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർക്കാണ് ഉള്ളത് കേട്ടോ. ഞാൻ വേട് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. വർക്ക് ശ്രദ്ധയോടെ എക്സിക്യൂട്ട് ചെയ്യണം, മറ്റുള്ള എക്സിക്യൂട്ടീവ്സ് പെർഫോം ചെയ്യുന്ന പോലെ തന്നെ. ഓക്കെ മക്കളെ, എനിക്ക് സൗണ്ട് ചെറിയൊരു പ്രശ്നമുണ്ട്. ഞാൻ ലാസ്റ്റ് പോർഷൻ നിങ്ങൾ തീർക്കാനെ നമ്മളിന്ന് ചാപ്റ്റർ ഇത്രേ ഉള്ളൂ. 2 ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എഫക്റ്റീവ് അഡ്മിനിസ്ട്രേഷനും ബില്ലിംഗ് സ്പെഷ്യലിസ്റ്റും മാത്രമേ ഉള്ളൂ ഇതില്. നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാതെ. ഓക്കെ, അപ്പം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ ചോദിക്കാം കേട്ടോ. കുറച്ച് തോട്ട് ഇൻഫെക്ഷൻ ഉണ്ട്, ഒട്ടും സൗണ്ട് വരുന്നില്ല, അതുകൊണ്ടാണ് വൈൻഡപ്പ് ചെയ്യണത്. താങ്ക് യു. Thank you, ma'am. Thank you, ma'am.